ഗ്രേസ് ടൈമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഓരോ കമൻസായിട്ട് അറിയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒന്ന് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണേ. കാരണം നമ്മുടെ വീഡിയോ റീച്ചിലേക്ക് പോകുന്നത് നിങ്ങളുടെ ലൈക്ക് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ രാവിലെ തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും പരിപാടികളൊക്കെ പകുതി ആയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് പിന്നെ ഇപ്പോൾ തന്നെ വീഡിയോ എടുത്ത് തുടങ്ങാമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലത്തെ വിശേഷങ്ങളിലൂടെയാണ് കേട്ടോ പോകുന്നത്. ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റ് വേഗം ആക്കുന്നത് നമുക്കിന്ന് ഒരുപാട് ജോലി ചെയ്യാനുണ്ട്. ഈസ്റ്ററിൻ്റെ തലേ ദിവസം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കുറച്ചധികം ജോലികളുള്ള ദിവസമാണ്. ഇനി ഈ ഒരു ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ വീട്ടിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് 50 ദിവസം നോമ്പെടുത്തതിന് ശേഷം ഈസ്റ്റർ ആഘോഷിക്കുന്ന ദിവസം കിട്ടുന്ന ഒരു വല്ലാത്തൊരു ഫീലില്ലേ, അതാണ്. കാരണം ഇപ്രാവശ്യം മക്കളുടെ കുർബാന സ്വീകരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ നോമ്പായതുകൊണ്ട് തന്നെ മക്കളും 50 ദിവസം നോമ്പെടുത്തിട്ടുണ്ട്. അത് അവർ നോൺ വെജിന് മാത്രമല്ല, കൂട്ടത്തിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മിഠായിക്കും അവർ നോമ്പെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമാണ്. കാരണം അവർക്ക് വേണ്ടി അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്കും ഒരു പ്രത്യേക ആവേശമായിരിക്കുമല്ലോ. അപ്പോൾ കുട്ടിക്കാലത്ത് മുതൽ ശീലിക്കുന്നതാണല്ലോ വലുതാവുമ്പോഴും അവർ ചെയ്യുക. നമ്മൾ കമ്പൽ ചെയ്തിട്ടല്ല, അവർ ചെയ്ത് അവരായിട്ടാണ് ഈ മിഠായിയൊക്കെ ആഡ് ചെയ്തത്, അവരായിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ക്വിക്കായിട്ട് ഉണ്ടാക്കിയാലാണ് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുക. കാരണം നമ്മുടെ വീട്ടിൽ ഗ്യാസ് ഒരു കുറ്റി ഏതാണ്ട് പകുതിയായിട്ടിരിക്കുകയാണ്. കാരണം ഇനി അടുത്തത് ബുക്ക് ചെയ്യണമെങ്കിൽ 31 ദിവസം കഴിയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വിളിച്ച് നോക്കിയിട്ട് അങ്ങനെ ഗ്യാസ് കണക്ഷൻ്റെ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഏജൻസിയിൽ നിന്നൊക്കെ നല്ല നല്ല മെസ്സേജുകൾ നമ്മുടെ പേഷ്യൻസിനെ കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് മെസ്സേജുകൾ വരുന്നതല്ലാതെ കുറ്റി ഇതുവരെ കണക്റ്റായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കുക്കിങ്ങൊക്കെ നമുക്ക് ഗ്യാസിനെ ആശ്രയിക്കാൻ പറ്റില്ല, പുറത്ത് അടുപ്പിൽ തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് കേട്ടോ വേഗം കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ ചോറ് ഇന്നലെ വൈകുന്നേരം വെച്ചത് ഉള്ളത് കാരണം അതൊന്ന് തിളപ്പിച്ചൂറ്റിയാൽ മതിയായിരുന്നു. അപ്പോൾ അത് വേഗം ഒന്ന് തിളപ്പിച്ചൂറ്റി എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ കറണ്ട് അടുപ്പിലാണ് കേട്ടോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ സ്റ്റീൽ ബേസൊക്കെ ഉള്ളത് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി പക്ഷേ എല്ലാതും നമുക്ക് നോൺ വെജൊക്കെ കുക്ക് ചെയ്യുമ്പോൾ വലിയ പാത്രങ്ങൾ വെക്കണ്ടേ. അപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ചിലവ് കൂടിപ്പോകും. മാത്രമല്ല ഞാനിപ്പോൾ പേപ്പർ വാല്യുവേഷൻ എങ്ങാനും പോയാൽ ബാക്കിയുള്ളവർ കഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഗ്യാസ് ഒന്ന് സേവ് ചെയ്യണം, അതൊക്കെയാണ് ലക്ഷ്യം. ഇനിയിപ്പോൾ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്തായിട്ട് നമ്മളധികം ടയർഡ് ആവാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതെനിക്ക് ഓരോ ആഘോഷങ്ങൾ കഴിയുമ്പോൾ തോന്നാറുണ്ട്. കാരണം നമ്മളൊരു കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു ഫീൽ ഉണ്ടാവില്ല. അത് എൻജോയ് ചെയ്യുക. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതങ്ങോട്ട് എൻജോയ് ചെയ്യുക, അത്ര തന്നെ. ഞാൻ ഇന്നലെ വൈകിട്ട് സ്റ്റൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റൂ ഒന്ന് ചൂടാക്കി തിളപ്പിച്ചെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നൂലപ്പം ഉണ്ടാക്കിയിരിക്കണേ, അതിൻ്റെ കൂടെ സ്റ്റൂവും കൂടെ ആയ അപ്പോൾ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ സെറ്റായി. മക്കൾ സമ്മർ ക്യാമ്പിന് പോയിരിക്കുകയാണ്, അവരെത്തിയിട്ടില്ല. അവരെത്തുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് സെറ്റാക്കി എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേണം വീട് മൊത്തത്തിലൊന്ന് അടിച്ചു വാരി ഇടാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വേഗം കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം നമുക്ക് ചൊവ്വാഴ്ച വരെ സ്കൂളുണ്ടായിരുന്നു. ചൊവ്വാഴ്ചയ്ക്ക് ശേഷം പിന്നെ ഓരോ ദിവസവും ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളായിട്ടാണ് കേട്ടോ നമ്മുടെ കാര്യങ്ങൾ പോയിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് മലയാറ്റൂർ യാത്ര, മക്കളെ കൊണ്ട് മലയാറ്റൂർ പോകാൻ പറ്റി. അതൊക്കെ ഈ ദിവസങ്ങളിൽ നടന്നുപോയ കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ എന്ത് കാര്യം കുക്ക് ചെയ്ത് കഴിഞ്ഞാലും ആ കിച്ചൺ അപ്പം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ പിന്നെ തിരിച്ച് വന്ന് കയറുമ്പോൾ നമുക്ക് വലിയ ബേർഡൻ തോന്നില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ടിപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറ്. കാരണം പിന്നെ തിരിച്ചു വരുമ്പോൾ വീണ്ടും ചെയ്യാനുള്ള പണികൾ ആലോചിച്ചിട്ട് നമ്മുടെ പകുതി എനർജി പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ്. അപ്പോൾ നമ്മുടെ ചോറ് ഊറ്റിക്കഴിഞ്ഞു, ഉച്ചത്തേക്കുള്ള ചോറുണ്ട്, ഉച്ചത്തേക്കും വൈകുന്നേരത്തേക്കുള്ള ചോറ് നമ്മുടെ കയ്യിലുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി വെജിറ്റേറിയൻ കറികൾ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ കുറച്ച് കറികൾ ഉണ്ട്. അപ്പോൾ പിന്നെ ഇന്ന് പ്രത്യേകിച്ചൊരു ഉപ്പേരിയും ഒരു അവിയലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യങ്ങളൊന്നും നോക്കണില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചു മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് വേണ്ട നോൺ വെജ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതായത് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്, അതുപോലെ ബീഫ്, മീൻ, അതൊക്കെ പോയി നമുക്ക് ശക്തൻ മാർക്കറ്റിൽ പോയിട്ട്
വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ചിക്കൻ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അടുത്ത പണിയിലേക്ക്. ബാക്കി കാര്യങ്ങളിൽ ഇനിയിപ്പോൾ ബീഫ് നുറുക്കാനുണ്ട്, നുറുക്കിയല്ല കിട്ടിയിരിക്കണേ. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല റഷായ കാരണം നുറുക്കി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇച്ചു പിള്ളേരെ കൊണ്ടുവരുന്ന സമയത്ത് നുറുക്കി തരാമെന്ന് പറഞ്ഞിരിക്കണ കാരണം അത് ഞാൻ തൊട്ടിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഈ ചിക്കൻ വറുത്തിട്ട് വെക്കുന്നതാണല്ലോ പൊതുവേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ചിക്കൻ ഞാനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് ഞാനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. വേണമെങ്കിൽ നമുക്കതിലേക്ക് ഗരം മസാലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാൽ പിന്നെ അതൊന്ന് സെറ്റായി കഴിഞ്ഞ് ഒരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഒന്ന് വറുത്ത് കോരി എടുത്തിട്ട് ചിക്കൻ വെക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്നൊരു ചിക്കൻ റോസ്റ്റ് ഇല്ലേ, അതിൻ്റെ ടേസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ കഷ്ണമൊക്കെ ഇങ്ങനെ വെളുത്ത് ഇങ്ങനെ മാറി നിൽക്കും. കറി വേറെ അല്ലെങ്കിൽ റോസ്റ്റ് വേറെ അങ്ങനെയൊരു മാറി നിൽക്കും. ഇതിപ്പം ചിക്കനിലും കറക്റ്റ് ആ ബ്രൗൺ ഷെയ്ഡൊക്കെ കിട്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കഴിക്കാനും നല്ല ഇഷ്ടമായിരിക്കും. ഞാൻ നോക്കിയപ്പോൾ ചിക്കൻ ചിലതൊക്കെ വലിയ പീസുണ്ട്. നമ്മളിപ്പോൾ മന്തിയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലത്തെ വലിയ വലിയ പീസ്. അപ്പോൾ അതൊന്ന് ഞാൻ ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ ചിക്കൻ രണ്ടായിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. കുറച്ചൊന്ന് ചിക്കൻ 65 ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം തുത്തൂന് ഇഷ്ടം ചിക്കൻ 65, അത് കറികളേക്കാൾ കൂടുതൽ വറുത്തത് കഴിക്കാനിഷ്ടം. ഇഷ്ടം. അപ്പോൾ പിന്നെ അതും കൂടെ ഒന്ന് നോക്കിയിട്ട് 2 തരത്തിലേക്ക് മാറ്റി ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. നിങ്ങളുടെ ഈസ്റ്ററും കാര്യങ്ങളൊക്കെ എന്തായി? അതുപോലെ തന്നെ അവധിക്കാലം ഇങ്ങനെ അമ്മ വീട്ടിൽ അപ്പം വീട്ടിൽ അങ്ങനെയൊക്കെ പോണ ആവേശത്തിലായിരിക്കുമല്ലേ കുട്ടികളും എല്ലാവരും. അതൊക്കെ നല്ല മെമ്മറി അല്ലേ. അതുപോലെ ആഘോഷങ്ങൾക്ക് ഒരുമിച്ച് കൂടുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അതും ഒരു വല്ലാത്ത ഫീൽ തന്നെയല്ലേ. അപ്പം ഞാൻ ചിക്കൻ എല്ലാം നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റേത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സവോള, ചുവന്നുള്ളി, വെളുത്തുള്ളിയൊക്കെ നന്നാക്കിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം ഒരു വലിയ പണിയുടെ ഭാഗം നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ പോയിട്ടൊന്ന് അടിച്ചു വാരട്ടെ. നമുക്ക് അത് വെള്ളിയാഴ്ച പൊതുവെ വീട്ടിൽ നമ്മൾ അടിച്ചു വാരുമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മുകളിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുറത്തിറങ്ങി വന്ന് നമ്മുടെ കിച്ചൺ ഗാർഡൻ, അത് ടെറസിലെ കിച്ചൺ ഗാർഡൻ, നമ്മുടെ ടെറസിലെ ഗാർഡൻ ഒന്ന് ഇതേ നിങ്ങളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ തൈകളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. ഈ വീഡിയോയിൽ നോക്കിയേ എല്ലാം ഇങ്ങനെ അത്യാവശ്യം വലുപ്പത്തിലായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പച്ച വെണ്ടയും ചുവന്ന വെണ്ടയും ഓരോരോ വെണ്ടക്കായ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നിറയെ തക്കാളി പൂത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാവലും പൂത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പുറത്തെ സൈഡിലായിരുന്ന സി പ്ലാന്റ് ഇപ്പുറത്തെ സൈഡിലേക്ക് അപ്പുറത്തെ വശത്തേക്കൊന്ന് മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അതിന് മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ, ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ടല്ലോ, മഴയായി കഴിഞ്ഞാൽ അധികം വെള്ളം നമ്മുടെ ചെടിക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ അത് ഇപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് നമ്മുടെ ക്യാബേജ് കട്ട് ചെയ്ത ഗ്രോ ബാഗുകൾ ഇനിയൊന്ന് നിറച്ചിട്ട് വഴുതനയുടെയും അതുപോലെ തന്നെ പയറിൻ്റെയും ഒക്കെ തൈ വെച്ച് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് ഈ ദിവസങ്ങളിൽ എന്തായാലും നമുക്ക് ഒഴിവനുസരിച്ച് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ എഴുന്നേറ്റപ്പോൾ തന്നെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ലോണ്ട്രി ക്ലീനിങ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് വല്ലാണ്ട് വെയിലാവണതിന് മുമ്പ് ഒന്ന് വിരിച്ചിട്ട് കഴിഞ്ഞാൽ അതും ഏകദേശം സൈഡ് സെറ്റാവും. അപ്പോൾ മുകളിലത്തെ അടിച്ചുവാരി ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ അത്യാവശ്യം പണികളും കഴിഞ്ഞു. ഇനിയിപ്പോൾ കുക്കിങ്ങും പരിപാടിയുടെ ഇടയ്ക്കൊന്ന് കയറി വരാനായിട്ട് ഓടി വരാനായിട്ട് പറ്റൂല. അതുകൊണ്ടാണ് ഇതൊക്കെ അപ്പം ചെയ്തിട്ട് പോകുന്നത്. നല്ല വെയിലാട്ടോ. അതിപ്പം ഇന്നാൾ ഞാൻ പറഞ്ഞ പോലെ തുണിയൊക്കെ നമ്മളെ പപ്പടം പോലെയാവും. പിന്നെ ഇതൊന്നും നമ്മളത്ര പെട്ടെന്ന് പുറത്തേക്ക് തന്നെ ഉപയോഗിക്കുന്ന അല്ലാത്ത കാരണമുണ്ടോ ഞാൻ ഇതുപോലെ വെയിലത്തേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്ത്. ഞാൻ ആമ്പൽ കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നല്ല വെയിലായിട്ടേ വിരിയുള്ളൂ, അതങ്ങനെ തന്നെ നിൽക്കുക. അപ്പോൾ 2 മുട്ടിങ്ങനെ നിൽക്കുന്നത് കാണിച്ചു തന്നാണ്. ഇനി ഇത് മക്കളുടെ സ്റ്റഡി റൂമാണ്. സംഭവം സ്റ്റഡി റൂമെന്ന് പേരൊക്കെ തന്നെ ഉള്ളൂ. അവരിവിടെ ഇരുന്ന് പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. കാരണം ചില സമയത്ത് താഴെ വന്നിരിക്കും, ചില സമയത്ത് ബെഡ്റൂമിൽ വന്നിരിക്കും. ഞാൻ പറയാറുണ്ട്, നമ്മൾ സ്ഥിരമായൊരു സ്ഥലത്ത് സ്ഥിരമായൊരു സമയത്ത് ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിലൊരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. പക്ഷേ മഴക്കാലമായ ഇടിവെട്ട് പേടിച്ചിട്ട് താഴേക്ക് വരും. ചൂടുകാലമായ മുകളിൽ സത്യം പറഞ്ഞാൽ ഇരിക്കാൻ പറ്റില്ല, നല്ല ചൂടല്ലേ. ഈവനിങ്ങിൽ മാത്രമേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇത് വെക്കേഷൻ കാലമായതുകൊണ്ട് ബുക്കൊക്കെ ബാഗിൽ നിന്നൊക്കെ ഒതുക്കി ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അതൊന്ന് ക്ലീൻ ചെയ്ത് അടിച്ചു വാരി എടുത്തു. തൊട്ടിപ്പുറത്തെ ബെഡ്റൂമാണിത്. ഞാൻ മുകളിൽ ശരിക്കും കാണിക്കാറില്ല അല്ലേ വീഡിയോയിൽ. അപ്പോൾ ഈ 2 ബെഡ്റൂമാണ് നമുക്ക് മുകളിലുള്ളത്. മുകൾ ഭാഗത്ത് ഒന്ന് സ്റ്റഡി റൂമായിട്ട് അതിലൊരു ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്ത് മറ്റൊരു റൂമുണ്ട്, ബെഡ്റൂമുണ്ട്. അത് ഗസ്റ്റ് റൂമായിട്ട് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അവിടെയാണ്. ആരെങ്കിലും വരുമ്പോൾ ഒക്കെയാണ് അവിടെ യൂസ് ചെയ്യുക. പിന്നെ ഉള്ളത്
ഇതുപോലെ ഒരു ലിവിങ് സ്പേസ് ആണ്. അത് അത്യാവശ്യം വലിയ സ്പേസാണ്. പിന്നെ ടെറസിലേക്ക് ഇറങ്ങുന്നത് ഇത്ര ഏരിയയാണ് മുകളിലുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ പറയുന്നത് പോലെ മുകളിലേക്ക് കയറാത്ത പരിപാടിയൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ ഈ 4 സ്ഥലവും അല്ലെങ്കിൽ എല്ലായിടവും ഒരുപോലെ ഉപയോഗിക്കുന്ന കാരണം അടിച്ചുവാരലും ക്ലീനിങ്ങും ഒക്കെ നന്നായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് താഴേക്ക് എത്തി. ഇനി ബാൽക്കണിയും കൂടി ഒന്ന് അടിച്ചു വാരി എടുക്കട്ടെ. നമ്മുടെ ഈ ഒരു സ്റ്റെയർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഒരു എപ്പോഴും വീഡിയോ കാണുന്നവർ പറയും ഈ ബാൽക്കണി ഞങ്ങളുടെ ഒരു സ്വപ്ന സ്ഥലമാണ്. ഇവിടെ ഇരുന്ന് ചായ കുടിക്കാനും വർത്തമാനം പറഞ്ഞിരിക്കാനും ഒരുപാട് ഇഷ്ടമാണ്. പലപ്പോഴും ജോലി തിരക്കിൻ്റെ ഇടയ്ക്കൊക്കെ റെയറായിട്ട് തന്നെ അതിനൊക്കെ അവസരം കിട്ടാറുള്ളൂ. കാരണം നമുക്ക് വൈകുന്നേരം എത്തുന്ന സമയം പിന്നെ അത് കഴിഞ്ഞാൽ ആകെ തിരക്കായി. എന്നാലും വീടിൻ്റെ അകത്തിരുന്ന് ചായ കുടിക്കണ ശീലമല്ല. ഒന്നുകിൽ ഫ്രണ്ടിൽ ഇരിക്കും, അല്ലെങ്കിൽ പിന്നാമ്പുറത്തിരിക്കും, അല്ലെങ്കിൽ ഇവിടെ തന്നെ. ഇത്രയൊക്കെ ഏരിയ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടിച്ചുവാരലും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും അവർ എത്തിയിട്ടുണ്ടായിരുന്നു. ഇച്ചുതി ബീഫ് നുറുക്കി തുടങ്ങി. മക്കളാണെങ്കിൽ കുറച്ച് വെളുത്തുള്ളി കൂടെ നന്നാക്കാനുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അവർ വെളുത്തുള്ളി നന്നാക്കാനും ഇരിക്കുന്നുണ്ട്. കാരണം വലിയ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് അവർക്കും വലിയ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അത് നടക്കുന്ന സമയത്ത് ഞാൻ മീനൊന്ന് കഴുകിയെടുക്കട്ടെ. മീൻ നമ്മൾ വാളയാണ് വറുക്കാനായിട്ട് വാങ്ങിച്ചിരിക്കണേ. ചൂരയാണ് വറ്റിച്ച് വെക്കാനായിട്ട്. മീൻ വറ്റിച്ചത് മുളക് ചാറെന്നൊക്കെ പറയില്ലേ, അങ്ങനെ വറ്റിച്ച് വെക്കാനായിട്ട് എടുത്തത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം നോമ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ ഇറച്ചി കഴിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹവും ഇല്ല. പക്ഷേ എനിക്ക് മീൻ വറ്റിച്ചത് കൂട്ടി ചോറിനണം എന്ന് കുറച്ച് ദിവസമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം മാങ്ങയിട്ടുള്ള കറിക്ക് പകരം മീൻ വറ്റിച്ച് വെക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ അതൊന്ന് ക്വിക്കായിട്ട് ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അതിൽ മീൻ വറ്റിച്ച് വെക്കലേ നമ്മൾ ഇന്ന് ചെയ്യുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ നാളത്തേക്ക് സെറ്റാക്കുകയുള്ളൂ. ഇതാ എൻ്റെ പുറത്തെ അടുപ്പ്. നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാവുന്ന എൻ്റെ ഫേമസ് ആയിട്ടുള്ള പുറത്തെ അടുപ്പിൽ ഞാനിങ്ങനെ ചിക്കൻ വറുത്ത് കോരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ ഒരു എന്താ പറയുക, ഒരു ടാർപ്പിയോ ഷീറ്റോ ഒന്നും ഇട്ട് കൊടുക്കാത്ത കാരണം അത്യാവശ്യം നല്ല വെയിലുണ്ട്. അതോടുകൂടെ നമ്മുടെ അടുപ്പത്തുനിന്ന് നല്ല ചൂടുമുണ്ട്. എന്നാലും ഗ്യാസിൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് നമ്മളിതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ആ നേരം കൊണ്ട് ഞാനിന്ന് മീൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ മസാലപ്പൊടി, പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാലയുടെ പൊടി ഒരല്പം ചേർത്തിട്ടുള്ളൂ. പക്ഷേ പെപ്പർ പൗഡർ നന്നായിട്ട് ചേർത്തിട്ട്, പിന്നെ ഉപ്പും 1 സ്പൂൺ വെളിച്ചെണ്ണ, 1 സ്പൂൺ വെള്ളം, അതിനകത്തേക്ക് നാരങ്ങാനീര്, ഇത്രയും ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ഫിഷ് ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇത് ഞാൻ ജിഞ്ചർ ഗാർലിക്കും കൂടെ ചതച്ചിട്ട് നമ്മൾ മീൻ വറുക്കുന്ന സമയത്തേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കുറച്ചുകൂടി ഒരു ഫ്രഷ് ഫീൽ കിട്ടാനായിട്ട്. അത് നമുക്കതെങ്ങനെയാണ് നിങ്ങളുടെ താല്പര്യം എന്ന് വെച്ചാൽ അതനുസരിച്ച് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 10-15 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷമാണ് ഞാനിത് പാത്രത്തിലേക്കാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുള്ളൂ. കാരണം പുറത്തൊന്ന് ഇരുന്ന് സെറ്റായതിന് ശേഷം പിന്നെ നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. പിന്നെ നാളെ മോർണിംഗിൽ നമുക്ക് ഫുഡ് കഴിക്കുന്ന സമയത്തേക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ചൂര ഒന്ന് കഴുകിയെടുക്കാം. നമുക്ക് കറിക്കുള്ള കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്ത് കിട്ടിയേക്കണ കാരണം വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി അതുപോലെ തന്നെ ആ സമയത്തേക്ക് നമ്മുടെ ബീഫ് എല്ലാം നുറുക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫും ഞാനൊന്ന് കഴുകി വാരി എടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ വലിയ പണിയില്ല, കാരണം അടുപ്പത്ത് തീയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി കത്തിച്ച് ജസ്റ്റ് ഒന്ന് നീക്കി കൊടുത്താൽ മതിയല്ലോ. പിന്നെ ഒരു കാര്യം, നമ്മുടെ അടുത്തൊന്നും ഈ പറഞ്ഞ പൊടികളും ഒന്നും ഇല്ലാത്ത കാരണം സ്റ്റെപ്പ് കയറി ഇറങ്ങുക എന്നുള്ളത് ആണ് ഒരു വലിയൊരു എന്താ പറയുക, ബാലികാറാമല എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചിക്കൻ റോസ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ചിക്കൻ വറുത്തെടുത്തതിന് ശേഷം ആ എണ്ണയിൽ തന്നെ നമ്മൾ സാധാരണ റോസ്റ്റ് ചെയ്യുന്ന പോലെ ചിക്കൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇത്രയും വലിയ ചട്ടി എന്തിനാണെന്ന് ചോദിക്കാം. നമ്മുടെ അടുപ്പ് 3 ഇഷ്ടിക വെച്ചിട്ടുള്ള അടുപ്പായതുകൊണ്ട് തന്നെ കുറച്ച് വലിയ സ്പേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചട്ടി പോകില്ല. അതുകൊണ്ടാണ് കേട്ടോ വലിയ ചട്ടി വെച്ചിരിക്കണേ. അത് പുറത്ത് വയ്ക്കുന്ന സമയം കൊണ്ട് ഇവിടെ നമുക്ക് ഊണ് കഴിക്കാറായിട്ടുണ്ട്. അപ്പോൾ ചോറിന് ഞാൻ പയറുപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതും ഇതും കൂടെ മിക്സ് ചെയ്ത് കാണിച്ചില്ല എന്നേ ഉള്ളൂ. പയറുപ്പേരി നമ്മുടെ വീടിൻ്റെ ബാക്കിൽ പാടമാണ്. പാടത്ത് ഇപ്പോൾ കീടനാശിനിയൊന്നും തളിക്കാത്ത പയറുണ്ടാവില്ലേ, കുറ്റുപയർ, ആ പയറാണ്. അതൊന്ന് എന്താ പറയുക, ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ വല്ലാത്ത മണം വരും. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുണ്ട്. പിന്നെ പൈനാപ്പിൾ കറി ഉണ്ട്,
അവിയലുണ്ട്, പപ്പടം ഉണ്ട്. അങ്ങനെ നമ്മൾ ഉച്ചത്തേക്ക് ചോറെടുത്തു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മീൻ വറ്റിച്ചത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാ ചട്ടിയിലിരുന്ന് കുറുകി വറ്റി അടിപൊളിയാവും. പിന്നെ ഞാൻ ആ നേരം കൊണ്ട് ബീഫും റെഡിയാക്കുന്നുണ്ട്. ബീഫ് നമ്മൾ നാളികേര കൊത്തിട്ടിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്, റോസ്റ്റല്ല ഫ്രൈ ആയിട്ട്. ഇനി അതൊന്ന് എണ്ണയിൽ ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റാവും. ഇത് എനിക്ക് തോന്നുന്നു ക്യാമറയിൽ കുറച്ചുകൂടെ കളറ് കുറവാണ് തോന്നണേ അല്ലേ. ഇതൊക്കെ നല്ല ഡാർക്ക് കളറിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കണേ. പിന്നെ എൻ്റെ പാത്രങ്ങൾ കാണുമ്പോൾ മാത്രമേ സങ്കടമുള്ളൂ. ഇനി ഇതൊക്കെ കഴുകി വെളുപ്പിച്ചെടുക്കണ്ടേ എന്നാലോചിച്ചിട്ടുള്ള വിഷമം മാത്രം. അതിനിടയ്ക്ക് നമ്മുടെ ചിക്കൻ 65-നുള്ളത് ഞാനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, 2 സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്ത തൈര്, 1 മുട്ട, അതുപോലെ തന്നെ 2 സ്പൂൺ കോൺഫ്ലവർ, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്രയും ചേർത്തിട്ടാണ് ഞാനിത് പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നത്. പിന്നെ അതിലേക്കാണ് നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. അതൊരു നല്ല കോട്ടിംഗ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ചിക്കൻ 65 ആയിട്ട് നമുക്ക് വറുത്തെടുക്കാനായിട്ട് പറ്റും. ചിക്കൻ 65 ഇങ്ങനെയാണോ ഉണ്ടാക്കണേന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇങ്ങനെയാണ്. അത് കിടിലൻ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ധൈര്യമായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തോ. അതുപോലെ പെർഫെക്റ്റായിട്ട് കിട്ടുന്ന റെസിപ്പി തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദയോ അരിപ്പൊടിയോ എന്തെങ്കിലും അതിന് പകരം ഉപയോഗിച്ചാൽ മതി. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വൈകുന്നേരം രാത്രിയാണ് വീഡിയോ എടുക്കണേ. 11:30 പള്ളിയിൽ കുർബാനയുണ്ട്. ഞങ്ങൾ കുർബാനയ്ക്ക് പോകാനായിട്ട് പാതിര കുർബാനയ്ക്ക് പോകാനായിട്ട് ഡ്രസ്സൊക്കെ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ക്ലോക്കിൽ 11:30 കാണുമ്പോൾ നോക്കണ്ട, കാരണം 10 മിനിറ്റ് മുന്നേ കൂട്ടി വെച്ച് ജോലിക്ക് പോകാൻ വേണ്ടി ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ ഒരു കാര്യമില്ല, നമുക്കറിയാവുന്ന കാരണം നേരം വൈകി തന്നെ പോകാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇതേ വഴിയിൽ എല്ലാവരും പള്ളിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പാതിര കുർബാന പുറത്താണ് കേട്ടോ. ഉയിർപ്പിൻ്റെ ശുശ്രൂഷ വരെ പുറത്താണ് ഉണ്ടാവുക. അപ്പോൾ ഇനി കുർബാനയ്ക്ക് കയറട്ടെ. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഉയിർപ്പിൻ്റെ ശുശ്രൂഷയാണ് കേട്ടോ. അതായത് CLC എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അപ്പോൾ ആ കുട്ടികൾ ഒരുക്കിയിരിക്കുന്ന ഉയിർപ്പിൻ്റെ ഈ ഒരു ശുശ്രൂഷയ്ക്ക് ശേഷം പ്രദക്ഷിണമായിട്ട് പള്ളിക്ക് ചുറ്റും, അതിനുശേഷം പള്ളിയുടെ അകത്തേക്ക് കയറിയിട്ടാണ് കുർബാന കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ 50 ദിവസം കഴിഞ്ഞ് കുർബാന കഴിയുന്നതോടുകൂടി ഈസ്റ്ററിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഞാൻ വീണ്ടും പറയണത്, നമ്മുടെ മക്കളും കൂടെ ചേർന്നെടുത്ത ഈ ഒരു നോമ്പ് കഴിയുമ്പോൾ വല്ലാത്തൊരു ഫീല് തോന്നി. അമ്മയെന്ന രീതിയിൽ ഭയങ്കര സന്തോഷം തോന്നി. ഈ ക്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പള്ളിയിൽ തന്നെയാണ് നോമ്പ് തുറക്കാനുള്ള അവസരമുള്ളത്. അതായത് ഇവിടെ ഇന്ന് ബീഫ് കറിയും വട്ടയപ്പവുമാണ് കേട്ടോ നോമ്പ് തുറക്കാനായിട്ട് നമ്മുടെ പള്ളിയിൽ തന്നെ പാതിരിക്ക് കിട്ടുക. അത് എല്ലാ വീടുകളിൽ നിന്നും 2 വട്ടയപ്പം വെച്ചിട്ട് പള്ളിയിലേക്ക് കൊണ്ടുവരും. ബീഫ് പിന്നെ പള്ളിയിൽ തന്നെ ഉണ്ടാക്കും. എന്നിട്ട് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ വൈകിട്ട് നോമ്പ് തുറക്കുക. ഇത് ഏതാണ്ട് 2 മണി സമയമാണ് കേട്ടോ. മക്കൾ ഞങ്ങളെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് വീട്ടിലെത്തിയതിന് ശേഷം ഇതെന്താണെന്നല്ലേ, ഫ്രിഡ്ജിൽ അവർ 50 ദിവസം സൂക്ഷിച്ച് വെച്ച മിഠായി എല്ലാം പുറത്തെടുക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കും കേട്ടോ, ഇവർക്ക് എങ്ങനെ ഇത്ര വലിയ കൺട്രോളൊക്കെ കിട്ടിയെന്ന്. കാരണം ഇതിന് ശേഷമാണ് ഇവർക്ക് വീട്ടിൽ ഓരോ ഗസ്റ്റ് വന്നപ്പോൾ വലിയ വലിയ ബാറുകൾ മിഠായികളൊക്കെ കൊടുത്തിരിക്കണേ. അപ്പോൾ അധികം ഒരെണ്ണം പോലും എടുക്കാതെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു. എന്തായാലും രാത്രി തന്നെ കുരിശ് വരച്ച് അവർ ഓരോ മിഠായിയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങളുടെ നോമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈസ്റ്ററിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. ഒപ്പം അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട്. ഇനി ഞങ്ങളും കിടക്കട്ടെ. അപ്പോൾ ശരി, അടുത്ത വിശേഷമായിട്ട് കാണാം. ഗ്രീസ് ടൈം. താങ്ക് യു.